നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ ആൻഡ് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ. കൂടുതൽ പേരും ഇപ്പോൾ ഒരു സെപ്പറേഷനിലാണ് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കാരണം കൊണ്ട് നിങ്ങൾ സെപ്പറേഷനിലായതായിട്ടാണ് കാണുന്നത്. മേ ബി ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് അവരുടെ ലൈഫിലെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പാഷനിലേക്ക് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവരുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ സ്നേഹത്തെ പറ്റി ഓർത്തിട്ട് ഒരുപാട് സങ്കടപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന നല്ല നല്ല മൊമെന്റ്സുകളാണ് ഈ ഒരു സമയത്ത് അവരുടെ ഓർമ്മകളിലൂടെ അല്ലെങ്കിൽ അവരുടെ ചിന്തകളിലൂടെ കടന്നു പോകുന്നത് എന്ന് കാണുന്നുണ്ട്. കൂടുതൽ പേരും ഈ വ്യക്തി മറ്റൊരു പാഷനിലേക്ക് മൂവ് ചെയ്തു പോയതായിട്ട് കാണുന്നുണ്ട്. അവർ വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ ലൈഫിൽ അവർക്ക് ഒരു പാഷൻ ഉണ്ടായിരുന്നിരിക്കണം. അല്ലെങ്കിൽ അവർക്ക് അത്രമാത്രം അവർ സ്ട്രോങ് ഡിസിഷൻ എടുത്തിരുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കണം. ആ ഒരു ഡിസിഷനിലേക്കോ അല്ലെങ്കിൽ ഒരു പാഷനിലേക്കോ അവർ മൂവ് ചെയ്തത് കാരണം നിങ്ങൾക്കായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്നേഹം, കെയർ ഒന്നും അവർക്ക് നിങ്ങളിൽ തരാനായിട്ട് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാത്ത അത്രമാത്രം സ്നേഹം അവരുടെ മനസ്സിലുണ്ട്. മേ ബി അവർ നിങ്ങളോട് ഒരു തവണ പോലും എത്രമാത്രമാണ് അവർ നിങ്ങളെ പ്രണയിക്കുന്നത് എന്ന് നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അവരുടെ ലൈഫിലുള്ള മറ്റു കാര്യങ്ങളിലേക്ക് അവർ നിങ്ങളോട് പറയാണ്ട് അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയതായിരിക്കാം. പക്ഷെ ഇപ്പോഴും ഈ ഒരു സമയത്ത് പോലും അവർക്ക് നിങ്ങളിൽ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അവർ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവരുടെ ലൈഫിൽ ഒരുപാട് നേട്ടങ്ങൾ അവരുടെ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം. പക്ഷെ എന്നിട്ട് പോലും ഒരു പ്രതീക്ഷയുടെ തിരുനാളം അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും അവർ കാത്ത് വച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രതീക്ഷയുണ്ട്. ഏതൊരു സിറ്റുവേഷനിലായിരുന്നാൽ പോലും അവർ നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിയും എന്ന് അവർ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ. അതിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് അവരെടുക്കും എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ഈ ഒരു കാർഡ്സിലൂടെ വ്യക്തമാവുന്നുണ്ട്. മേ ബി ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൈൻഡുള്ള വ്യക്തിയായിരിക്കാം. വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. പക്ഷേ എന്ത് തന്നെയായിരുന്നാലും ഈ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവരുടെ ലൈഫിൽ നിന്നും നിങ്ങൾ മൂവ് ചെയ്ത് പോയതിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷനിൽ ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അതായത് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ലൈഫിൽ ഒരുപാട് ടേണിംഗ് പോയിന്റ്സ് അവരുടെ ലൈഫിൽ ഇതിനോടകം തന്നെ അവർ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അവരോടൊപ്പം അല്ലെങ്കിൽ ആ യാത്രയിൽ അവരോടൊപ്പം നിങ്ങളില്ലാത്തത് അവർക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ അവര് ഈ അച്ചീവ്മെന്റ്സ് അവരുടെ ലൈഫിൽ ഉണ്ടായ സമയത്ത് പോലും അവർക്ക് അതിലൊന്നും സന്തോഷിക്കാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു കണക്ഷനാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരുപാട് നാൾ നോ കോൺടാക്റ്റിൽ ഇരുന്നാൽ പോലും, എത്ര വർഷമായിരുന്നാലും, എത്ര മാസങ്ങളായിരുന്നാൽ പോലും, നിങ്ങളുടെ ആ ഒരു സോൾ കണക്ഷൻ ഒരിക്കലും എൻഡ് ആവുന്നതല്ല. ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള കണക്ഷനാണ്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. എത്രത്തോളം നിങ്ങൾ അവരെ സ്നേഹിക്കുന്നോ, അത്രത്തോളം അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ടോ, അത്രത്തോളം ഒരു മിസ് ഫീലിങ്സ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അതായത് 2 പേർക്കും ഏത് സാഹചര്യത്തിലും സെയിം ഫീലിങ്സ് ആണ് ഉണ്ടാവുന്നത്. കുറച്ച് പേർക്കെങ്കിലും ഇത് സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണെന്ന് കാണുന്നുണ്ട്. ഓക്കെ. യെസ്. അവരിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പാസ്റ്റിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിന്നും അവരുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകണം. വീണ്ടും അവർക്ക് ഒരുമിച്ച് നിങ്ങളുമായിട്ട് ഒത്തുചേർന്ന് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകണം എന്നവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് ഇതെന്ന് കാണുന്നുണ്ട്. ഓക്കെ. ആൻഡ് ദെൻ യെസ്, committed relationship and expect miracles.
ഓക്കെ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു വ്യക്തിയാണ്. അവർക്ക് വളരെ സ്ട്രോങ് ഫീലിങ്സ് ആണ് നിങ്ങളോടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ സംഭവിക്കും എന്ന് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതായത് ഏതൊരു സമയത്തും അവർക്ക് പ്രതീക്ഷയാണ് ഏറ്റവും കൂടുതലുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മൂവ് ഓൺ ആയി പോയാലും ഇത്ര നാൾ സെപ്പറേഷനിലായിട്ട് ഇരുന്നാലും അവർക്ക് ഒരുപാട് ട്രസ്റ്റ് ഉള്ളൊരു റിലേഷൻഷിപ്പ് ആണ് ഇതെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾ സംഭവിക്കും എന്ന് ആ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു. യെസ്. ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ. ഐ വിഷ് യു കുഡ് ഹിയർ ബിസൈഡ് മീ. ഐ മിസ് യു, മിസ് യു, മിസ് യു. ഓക്കെ. അവര് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു സമയത്ത് പോലും നമ്മൾ ഈ റീഡിങ് കേൾക്കുന്ന സമയത്ത് പോലും അവര് നിങ്ങളെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ അവരോടൊപ്പം അവരുടെ അരികിൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് പോലും അവര് ചിന്തിക്കുന്നുണ്ട്. അത്രമാത്രമാണ് അവര് നിങ്ങളെ മിസ് ചെയ്യുന്നത്. ഓക്കെ. I can't sleep well because of this separation. Hope you will understand me. Okay. അവർക്ക് ശരിയായിട്ട് ഉറങ്ങാൻ കൂടി കഴിയുന്നില്ല. ഈ ഒരു സെപ്പറേഷൻ കൊണ്ട് അവർക്ക് ഉറങ്ങാൻ പോലും കഴിയാത്ത സിറ്റുവേഷൻ ആണ്. ഓക്കെ. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും എന്ന് അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ദെൻ ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ. ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ. അവരെ മനസ്സിലാക്കണം എന്ന് അവരൊരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ. അവരുടെ പെയിൻ എപ്പോഴും അവർ ഒളിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും എന്നവര് ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ നോ യുവർ ഫീലിങ്സ് ആൻഡ് യു ആർ വെയിറ്റിംഗ് ഫോർ മീ. ഓക്കെ. നിങ്ങളുടെ ഫീലിങ്സും അവർ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും എന്നും അവർ വിശ്വസിക്കുന്നു. ഐ നീഡ് യു ടൈം ആൻഡ് കമ്മിറ്റ്മെന്റ്. ഓക്കെ. നിങ്ങളുടെ ആ ഒരു സമയവും കമ്മിറ്റ്മെന്റും അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഐ നോ ഐ ഡിഡ്ന്റ് പ്രൊവൈഡ് യു ദ തിങ്സ് യു ഡിസേർവ് ബട്ട് നൗ ഐ ആം റെഡി. ഓക്കെ. നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ. പക്ഷെ ഇപ്പോൾ അവര് അതിന് റെഡി ആണ് എന്നാണ് പറയുന്നത്. ഐ നീഡ് യുവർ ടൈം ആൻഡ് കമ്മിറ്റ്മെന്റ്. നിങ്ങളുടെ സമയവും നിങ്ങളുടെ കമ്മിറ്റ്മെന്റും ഇപ്പോൾ അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ. Right now, I am realizing that I was selfish and immature. Please forgive me. I am sorry, sorry, sorry. ഓക്കെ. ഈ ഒരു സമയത്ത് അവര് തിരിച്ചറിയാണ് നിങ്ങൾ അവരുടെ ഒരു ഇമ്മച്ചുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ കൊണ്ടാണ് ഈ ഒരു സമയത്ത് സെപ്പറേഷൻ ഉണ്ടായത്. അതുകൊണ്ട് അവരോട് നിങ്ങൾ ഫർഗീവ് ചെയ്യുക. അവർ നിങ്ങളോട് ഒരുപാട് തവണ ഇതിനോട് തന്നെ മനസ്സാലെ സോറി പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ.